കൂട്ടുകാർക്ക് മാജിസ്റ്റിക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് ഹോം മെയ്ഡ് ക്ലേ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നാണ് കേട്ടോ. അപ്പം നേരത്തെ ഞാൻ കണ്ടോ, അതായത് ഇതൊരു കപ്പിൽ ഞാൻ ചെയ്ത ആർട്ടാണ് ക്ലേ വെച്ചിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചു, പിന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യലായിട്ട് ചോദിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഹാഫ് കപ്പ് 125 ml ഇതിൽ എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു കപ്പാണ് എടുക്കുന്നത്, നിങ്ങളുടെ അളവിലുള്ള ഇത് വേണമെങ്കിൽ എടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് കോൺഫ്ലോർ ആണ്, പിന്നെ വാസ്ലിൻ, ദെൻ വിനീഗർ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനൊന്നും വേണ്ട കേട്ടോ, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. കുറച്ച് പോർഷൻ മതി. പിന്നെ വൈറ്റ് ഗ്ലൂ, പിന്നെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനം വേണം നമുക്ക് ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഈ ഹാഫ് കപ്പ് നിറച്ച് ഞാൻ കോൺഫ്ലോർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ അളവിൽ വൈറ്റ് ഗ്ലൂ ഇതിൻ്റെ ഈ ഒരു കപ്പിൻ്റെ ഹാഫ് പോർഷനോളം എടുക്കണം. നമ്മൾ എടുത്ത കോൺഫ്ലോറിൻ്റെ ഹാഫ് പോർഷൻ. അപ്പോൾ ഇത് ഒരു ഫുൾ കപ്പാണെങ്കിൽ ഹാഫ് പോർഷൻ ഗ്ലൂ എടുക്കുക. എന്നിട്ടിതിൽ നല്ലോണം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി സ്റ്റിക്ക് ഉപയോഗിച്ച് നല്ലോണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ഇങ്ങനൊരു ഫോർമാറ്റിൽ കിട്ടും. അതിന് ശേഷം കുറച്ച് മാത്രം വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ വിനീഗർ ആഡ് ചെയ്യുന്നത് അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. കാരണം പേസ്റ്റിനെ ഒഴിവാക്കാനും എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ സൂക്ഷിക്കാനുമാണ് നമ്മൾ വിനീഗർ ചേർക്കുന്നത്. സാധാരണ എല്ലാവരും പറയാറുണ്ട് ഇങ്ങനെ കോൺസ്റ്റാർച്ച് മൈദ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ചീത്തയാവും, പേസ്റ്റ് വരുന്നത്. സോ അത് ഒഴിവാക്കാനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം കുഴച്ചെടുക്കുക. ഇപ്പോൾ കണ്ടോ, ഇതേപോലെ തിക്കായിട്ട് കിട്ടും. നിങ്ങളിത് പെട്ടെന്ന് തന്നെ ഒന്ന് എന്താ പറയുക, നമ്മൾ കുഴയ്ക്കുന്ന ഭാഗം എന്താ പറയുക, പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇതുപോലെ ഭയങ്കര തിക്കായിട്ട് വരും, പശ ഒട്ടും. നമ്മൾ അന്നേരം തന്നെ നല്ലോണം കഴുകി എടുത്താൽ മതി ആ പാത്രം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഴയ്ക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് ടേബിൾ സ്പൂൺ ഓയിൽ എന്തെങ്കിലും ഒഴിക്കണം കേട്ടോ. അപ്പം ആ ഭാഗത്ത് ഒട്ടാതിരിക്കും. അതായത് നമ്മൾ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തേക്കുന്ന കാരണം പെട്ടെന്ന് നമ്മൾ കുഴയ്ക്കുന്ന ഭാഗം ഭയങ്കരമായിട്ട് കണ്ടോ, ഇതേപോലെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ കാണിച്ചു തരാം. കണ്ടോ, ഇത് വെച്ചാൽ അപ്പം തന്നെ വേഗം ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. നമ്മളിത് അടുത്തിടെ ചെയ്യുന്ന വാസ്ലിൻ, നിങ്ങൾക്ക് ബേബി ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ, അത് കുറച്ചെടുത്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് മതി കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ നമ്മുടെ ക്ലേ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വാസ്ലിൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വാസ്ലിന് പകരം നിങ്ങൾക്ക് എന്താ പറയുക, ഓയിൽ യൂസ് ചെയ്യാം. നമ്മളത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലാണെങ്കിൽ യൂസ് ചെയ്യാൻ. കണ്ടോ, നമ്മുടെ ക്ലേ കണ്ടോ, നല്ല ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്ലേ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ക്ലേ ഇങ്ങനെ റെഡി ആയി എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മിക്സിങ് ഒക്കെ കറക്റ്റായി എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഒരു ചെറിയ ഡ്രോപ്പ് ഉണ്ടോ, ഇങ്ങനെ എടുക്കുക. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ ടിയർ ഡ്രോപ്സ് പോലെ വന്ന് നിൽക്കണം. അപ്പോൾ നമ്മുടെ ക്ലേ ഫോം ആയതാണ് അർത്ഥം. അപ്പോൾ ഞാനിത് പ്രിസർവ് ചെയ്യുന്നതിനായിട്ട് ഒരു ക്ലീൻ ഫിലിം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വാസ്ലിൻ തേച്ച് കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ക്ലേ ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് ഫോൾഡ് ചെയ്യുക.
ഫോൾഡ് ചെയ്ത് ഇതേപോലെ വയ്ക്കുക. അതിന് ശേഷം ഒരു സിപ്പ് ബാഗ് എടുക്കുക. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും സിപ്പ് ബാഗ്, എയർ ടൈറ്റ് കണ്ടെയ്നർ. സോ അതിലോട്ടിട്ടിട്ട് എയറെല്ലാം കളഞ്ഞ് നല്ലോണം ലോക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇതേ കണക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സാധാരണ പോളിമർ ക്ലേ എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് ശേഷമാണ് ഞാനിങ്ങനെ സ്വന്തമായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കി തുടങ്ങിയത് കേട്ടോ. പക്ഷെ അതിൽ നിന്ന് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇൻഗ്രീഡിയൻസ് ഒക്കെ മറക്കാതെ തന്നെ കറക്റ്റായിട്ടുള്ള അളവിൽ എടുത്ത് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഇതുപോലത്തെ ഒരു ഐറ്റമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.